വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമന്യരായ പണ്ഡിത മഹത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖിനാൽ വളരെ മനോഹരവും വിശുദ്ധവുമായ ഒരു പരിപാടിയിലാണ് നമ്മളിപ്പോൾ സംബന്ധിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ സ്ഥാപനം ജാമിയ ഹിദായ ഇസ്ലാമിയ, ഇതിൻ്റെ തുടക്കവും പല പ്രാവശ്യവും നമ്മൾ പല വേദികളിലും കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ തുടക്കത്തിൽ ഇതിൻ്റെ സ്ഥാപകനായി വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാം ആത്മീയ അവലംബം ഖാദിമുൽ ഐത്താം അൽ ഹാജ് PM ഹംസ ഉസ്താദ് നവ്വറല്ലാഹു മർക്കദഹു, ബഹുമാനപ്പെട്ടവർ 18 വർഷങ്ങളായി നമ്മെ വിട്ടുപിരിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അപൂർവം ചില വ്യക്തികൾക്ക് മാത്രം നൽകുന്ന ഒരു പ്രത്യേകത ബഹുമാനപ്പെട്ട ഖാദിമുൽ ഐത്താമിന് നൽകുകയുണ്ടായി. നിരവധി പണ്ഡിതന്മാർക്ക് ലഭിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേക അനുഗ്രഹം, പലരും ഒരുപക്ഷെ മനസ്സുകൊണ്ട് കൊതിച്ചിരുന്ന ഒരു വലിയ ആഗ്രഹം, അത് അപൂർവം ചില വ്യക്തികൾക്ക് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അതിൽപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാന്യരായ ഖാദിമുൽ ഐത്താം അവർകൾ. എന്താണ് ആ അനുഗ്രഹം എന്ന് വെച്ചാൽ, തങ്ങളുടെ ജീവിതം ഏതൊരു കാര്യത്തിനു വേണ്ടിയാണോ ഈ ലോകത്ത് ഒഴിഞ്ഞു വെച്ചത്, ദീനീ മേഖലയിലാണെങ്കിൽ അങ്ങനെ, ആത്മീയ മേഖലകളിലാണെങ്കിൽ അങ്ങനെ, ഇനി അതല്ല മറ്റേത് മേഖലകളിലാണെങ്കിലും ആ മേഖലകളിൽ അവർ എങ്ങനെയാണോ ജീവിച്ചത്, എങ്ങനെയാണോ അവർ മുന്നോട്ട് പോയത്, അതിൽ ആരൊക്കെയാണോ പങ്കെടുത്തിട്ടുള്ളത് അവരോടൊപ്പം കൂടുക എന്നത് ഓരോരുത്തരുടെയും ആഗ്രഹമാണ്. ബഹുമാനപ്പെട്ട ഖാദിമുൽ ഐത്താമിനെ സംബന്ധിച്ചിടത്തോളം ഈ അനാഥ അഗതി മക്കളോടൊപ്പം ജീവിക്കുക എന്നതായിരുന്നു അവരുടെ ഏറ്റവും വലിയ സ്വപ്നം. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവർ അതിനുവേണ്ടി പ്രയത്നിച്ചു. അല്ലാഹു തആല അവർക്ക് കൊടുത്ത വലിയൊരു പവിത്രതയാണ് അവർ കെട്ടിപ്പടുത്ത ഈ സ്ഥാപനത്തിൻ്റെ ചാരത്ത് തന്നെ അന്തിയുറങ്ങാനുള്ളൊരു ഭാഗ്യം കിട്ടി എന്നുള്ളത്. ഇത് അപൂർവം ചില വ്യക്തികൾക്ക് മാത്രമേ പണ്ഡിതന്മാർക്ക് ലഭിക്കാറുള്ളൂ, അപൂർവം ചില ആളുകൾക്ക് കിട്ടാറുള്ളൂ. ഞങ്ങൾ ബാഖിയാത്തു സാലിഹാത്തിലെ ബാനി ഹസ്രത്തിനെ സംബന്ധിച്ച് പറയാറുണ്ട്, വെല്ലൂർ സ്ഥാപനത്തിലെ ബാഖിയെ സംബന്ധിച്ച്. ബാനി ഹസ്രത്ത് അവർക്ക് അല്ലാഹു തആല ചെയ്ത വലിയൊരു തൗഫീഖ്, ആ സ്ഥാപനത്തിൻ്റെ ചാരത്ത് അവിടെ പഠിക്കാൻ വരുന്ന, വിജ്ഞാനം നുകർന്നു വരുന്ന ആളുകളെ കണ്ടുകൊണ്ട് ഖിയാമത്ത് നാൾ വരെയും കണ്ടുകൊണ്ട് കിടക്കാനുള്ളൊരു ഭാഗ്യം അല്ലാഹു ബഹുമാനപ്പെട്ട അഅ്ലാ ഹസ്രത്തിന് നവ്വറല്ലാഹു മർക്കദഹു അവർക്ക് നൽകി എന്നുള്ളതാണ്. അതുപോലൊരു വലിയ തൗഫീഖാണ് നമ്മുടെ ഖാദിമുൽ ഐത്താമിന് ഇവിടെ നൽകിയത്. അവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കട്ടെ. ഇവിടെ ധാരാളം പ്രോഗ്രാമുകളുണ്ട്. നമ്മുടെ സമയം കുറച്ച് ദീർഘിച്ചു പോയതുകൊണ്ട് എൻ്റെ ഉത്തരവാദിത്തം ഇവിടെ ഇതിൻ്റെ അധ്യക്ഷനാണെങ്കിലും ഇന്ന് സ്വാഗതം പറയേണ്ട നമ്മുടെ പ്രിയപ്പെട്ട നൗഷാദ് മൗലവി, അദ്ദേഹം ഇന്നലെ രാത്രിയൊക്കെ ഇവിടെ ഈ പരിപാടിക്കെല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ അത്യാവശ്യമായിട്ട് അങ്ങോട്ട് പോയതാണ്. ഇൻഷാ അല്ലാഹ് ഉടനെ അദ്ദേഹം എത്തും. അപ്പോൾ ഇവിടെ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ ഈ മഹത്തായ യോഗത്തിന് രാവിലെ നമ്മുടെ വലിയസ്ഥാൻ്റെ ഖബർ സിയാറത്തിന് നേതൃത്വം കൊടുത്ത നമ്മുടെ എല്ലാം ആത്മീയ അവലംബം നമ്മുടെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഉസ്താദ് അവർകളാണ്. ഉസ്താദിന് എല്ലാവിധ സ്വാഗതവും ആശംസിക്കുന്നു. അതുപോലെ ഇവിടെ ഖിറാഅത്ത് നടത്തിയ നമ്മുടെ പ്രിയപ്പെട്ട സയ്യിദ് അലി മുസ്ലിയാർ, അദ്ദേഹത്തിനും സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ഇനി ഉദ്ഘാടനം നിർവഹിക്കേണ്ട ഈ മഹത്തായ സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥി, നമ്മുടെയൊക്കെ സുഹൃത്ത്, തെക്കും വടക്കുമുള്ള മേഖലകളിലെല്ലാം അറിയപ്പെട്ട പ്രാസംഗികൻ ബഹുമാനപ്പെട്ട നിസാമുദ്ദീൻ മൗലവി അൽ നാഫിഈ ബാഖവി അവറുകളാണ്. അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ ആശംസകൾ പറയേണ്ട പൂർവ്വ വിദ്യാർത്ഥികളായ താഹ മൗലവി നാഫിഈ, ഹുസൈൻ മൗലവി അൽ നാഫിഈ, ഡോക്ടർ റിയാസ്, അദ്ദേഹം തിരുവനന്തപുരം ഡെന്റൽ കോളേജിലെ സീനിയർ റെസിഡൻറ്റ് ഡോക്ടറാണ്, ഇവിടുത്തെ വിദ്യാർത്ഥിയാണ്. അതുപോലെ അൻസർ മൗലവി അൽ നാഫിഈ, ഇമാം ചുനക്കര സൗത്ത് മുസ്ലിം ജമാഅത്ത്,
ഹസീം മൗലവി അൽ നാഫിഇ ഇമാം കാരോട് മുസ്ലിം ജമാഅത്ത്, അൻസിൽ മൗലവി അൽ നാഫിഇ ഇമാം കാഞ്ഞിരമൂട് മുസ്ലിം ജമാഅത്ത്, ഷഫാദ് മൗലവി അൽ നാഫിഇ ബാക്കവി ഇമാം മഞ്ഞപ്പാറ മുസ്ലിം ജമാഅത്ത്, അതുപോലെ മുനീർ മൗലവി അൽ നാഫിഇ ബാക്കവി, മുബാറക് മൗലവി അൽ നാഫിഇ ബാക്കവി, നമ്മുടെ ഇതിൻ്റെ പ്രോഗ്രാമിന് വേണ്ടി ഒരുപാട് ഓടി നടന്ന ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി റിയാസ് പെരിങ്ങമ്മല, അതുപോലെ പ്രവാസി പ്രതിനിധിയായിട്ടുള്ള ബഹുമാനപ്പെട്ട അബ്ദുൾ റഷീദ് അൽ നാഫിഇ, ഷാജാ മൗലവി ദുർപ്പക്കാട് തുടങ്ങുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. അതിനോടൊപ്പം ഇവിടെ നല്ലൊരു വിഷയം അതാണ് പറയാൻ പോകുന്ന കുടുംബ സദസ്സാണ്. ഹാപ്പി ഫാമിലി എന്ന പേരിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ് നടക്കാൻ പോകുന്നത്. അതിൻ്റെ വിഷയാവതരണം നടത്തേണ്ടുന്ന പ്രിയപ്പെട്ട പണ്ഡിതനും അതുപോലെ തന്നെ ഫാമിലി കൗൺസിലറുമൊക്കെയായ ബാഖിയാത്തിലെ നമ്മുടെ സുഹൃത്തു കൂടിയായ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ബാഖവി അൽ ഹാദി MFP അവർകളാണ്. ഉസ്താദിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെ നന്ദി പറയേണ്ടുന്ന നമ്മുടെ അബ്ദുൽ സമദ് മൗലവി അൽ നാഫിഇ ഇമാം വാലി വച്ച മുസ്ലിം ജമാഅത്ത്, അദ്ദേഹത്തിനും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ മഹത്തായ യോഗത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട നിസാമുദ്ദീൻ മൗലവി അൽ നാഫി ബാഖവി അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.